ഒടുവിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പോലും സമ്മതിച്ചു BJP 400 സീറ്റ് നേടുമെന്ന്. ഖാർഗെ പറഞ്ഞ വാക്കുകളെ പിടിച്ചാണ് കഴിഞ്ഞ ദിവസം BJP കേരള പ്രഭാരി പ്രകാശ് ജവാദേക്കർ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ആറ്റിങ്ങലിൽ ഉദ്ഘാടനം ചെയ്തത്. 2019 കേരളത്തിലുള്ള വലിയ വിഭാഗം പേരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. ഇത്തവണ കടുത്ത കോൺഗ്രസുകാർക്ക് പോലും അതിൽ വിശ്വാസമില്ല. കോൺഗ്രസും CPM-ഉം ദില്ലിയിൽ ഒരു മുന്നണിയായാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ ഉജ്ജ്വല യോജനയിലൂടെ ഗ്യാസ് കണക്ഷനും സൗജന്യ വാക്സിനും നൽകിയ മോദി സർക്കാരിന് കേരളം വോട്ട് ചെയ്യുമെന്നും പ്രകാശ് ജവാദേക്കർ പറഞ്ഞു. NDA വൈസ് ചെയർമാനും കാമരാജ കോൺഗ്രസിന്റെ അധ്യക്ഷനുമായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് SRM അജി, ശിവസേന സംസ്ഥാന അധ്യക്ഷൻ പേരൂക്കട ഹരികുമാർ, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കുരുവിള മാത്യൂസ്, SJD സംസ്ഥാന അധ്യക്ഷൻ VV രാജേന്ദ്രൻ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് എന്നിവരടക്കം ചടങ്ങിൽ സംസാരിച്ചു. കേരളത്തിൽ രണ്ട് മുന്നണികളും ചേർന്ന് കൊള്ള നടത്താൻ മത്സരിക്കുകയാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത്. മാസപ്പടിയിൽ ഉൾപ്പെടെ അഴിമതിയുടെ കാര്യത്തിൽ ഇടത് വലതു മുന്നണികൾ പരസ്പര സഹായമാണ് നടത്തുന്നതെന്നും NDA കേരള പദയാത്രയുടെ ആറ്റിങ്ങലിലെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങും മുമ്പ് തന്നെ ഇന്ത്യ മുന്നണി തോൽവി സമ്മതിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പറഞ്ഞത് കോൺഗ്രസിന് 40 സീറ്റ് മാത്രമേ കിട്ടുള്ളൂ എന്നാണ്. എന്നാൽ അത്രയും സീറ്റ് പോലും കോൺഗ്രസിന് ലഭിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതേസമയം പ്രധാനമന്ത്രി നടപ്പിലാക്കിയ വാഗ്ദാനങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് കെ സുരേന്ദ്രൻ ആറ്റിങ്ങലിലേക്ക് പദയാത്രയുമായി എത്തിയതെന്ന് കേന്ദ്ര വിദേശ പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രി V മുരളീധരൻ പറഞ്ഞു. വികസനത്തിന്റെ നിരവധി മാതൃകകൾ സൃഷ്ടിച്ചാണ് 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ ഭരിക്കുന്നത്. രാജ്യത്ത് 3 കോടി വീടുകൾ മോദി സർക്കാർ പണിത് കഴിഞ്ഞു. കേരളത്തിൽ മാത്രമായി 3 ലക്ഷം വീടുകൾ പണിതു. എന്നാൽ കേരളത്തിൽ സർക്കാർ പദ്ധതികളുടെ പേരിൽ അഴിമതി നടത്തുകയാണ്. ലൈഫ് പദ്ധതിയുടെ പേരിൽ പോലും അഴിമതികൾ നടന്നു കഴിഞ്ഞു. കഴിഞ്ഞ മാസം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 6000 കോടി രൂപയുടെ പദ്ധതിയാണ് ആറ്റിങ്ങലിൽ പ്രഖ്യാപിച്ചത്. ഒരു MP-യും ഇല്ലാതിരുന്നിട്ടും ഇത്രയും വലിയ ആനുകൂല്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ഈ നാടിന് നൽകുന്നത്. ആറ്റിങ്ങലുകാർ തിരഞ്ഞെടുത്ത MP ആ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നതും ഖേദകരമായ കാര്യമാണ്. നരേന്ദ്രമോദി സർക്കാരിന് ആറ്റിങ്ങലിനോടുള്ള കരുതൽ എല്ലാ കാര്യത്തിലും വ്യക്തമാണെന്നും V മുരളീധരൻ പറഞ്ഞു. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുന്നേ തന്നെ കോൺഗ്രസും ഇന്ത്യ സഖ്യവും BJP-യുടെ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.